ലോകത്തിലെ ഏറ്റവും സുന്ദരമായതിനെ കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കുകയില്ല. അവയെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം. തീർച്ചയായും ഇത് തന്നെയാണ് ഈ ഒരു വേദിയിലൂടെ നിങ്ങൾ എല്ലാവരും ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാൻ പോകുന്നത്. ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മളെ പോലെ സാധാരണ കുഞ്ഞുങ്ങളല്ല, ഒത്തിരി പരിമിതികളുള്ള കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യടിക്കും സപ്പോർട്ടിനും ഒക്കെ ഈ ഒരു വേദിയിൽ വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? നിങ്ങൾ മാക്സിമം ഒന്ന് കൈയടിച്ചു കൊടുക്കണം. കാരണം ഈ ഒരു ഷോ ഇരിക്കുന്നത് തന്നെ നിങ്ങളുടെ കയ്യിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കയ്യടികൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മൂഡ് പോലും ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, put your hands together to welcome our entire team on stage. Thank you so much, Abhijit, for this beautiful performance. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഒന്ന് ഉഷാറായില്ല. ഈ ഒരു നിമിഷത്തിൽ
അഭിജിത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ അഭിജിത്ത് കടന്നു പോകുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന അവസ്ഥയിലൂടെയാണ്. ഫസ്റ്റ് പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പലതരത്തിലുള്ള മാജിക്കിലൂടെ നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഞെട്ടാൻ റെഡിയാണോ? അതെ. അപ്പോൾ അടുത്ത പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് വന്നിരിക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ വിഷ്ണു കടന്നു പോകുന്നത് സെറിബ്രൽ പാൾസി എന്ന അവസ്ഥയിലൂടെയാണ്. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിഷ്ണുവിന്. ഒരു കാറ്റ് മാജിക്കിലേക്ക് കിടക്കാം. വിഷ്ണു നമുക്ക് തുടങ്ങിയാലോ? 1, 2, 3, 4, 5, 6. ഇപ്പോ വിഷ്ണുവിന്റെ കയ്യിൽ എത്ര കാർഡ്സ് ഉണ്ട്? 6 കാർഡ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. വിഷ്ണു 1, 2, 3. 6 കാർഡ്സിൽ നിന്നും വിഷ്ണു 3 കാർഡ്സ് മാറ്റിയിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ടാകും? 3. നമുക്ക് ചെക്ക് ചെയ്യാം. വിഷ്ണു 1, 2, 3, 4, 6 കാർഡ്സ്. ഇനി നമ്മൾ കൗണ്ട് ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. നമുക്ക് വിഷ്ണുവിനോട് ഒരു ചാൻസ് കൂടി ചോദിക്കാം. വിഷ്ണു ഭയങ്കര ചിരിച്ചിട്ട് നിൽക്കുകയാണ്. നമ്മൾ പറ്റിച്ചതിലുള്ള സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഒരു ചാൻസ് കൂടി വേണ്ടേ നിങ്ങൾക്ക്? ഒരു ചാൻസ് കൂടി വേണ്ടേ? വേണം. വിഷ്ണു നമുക്ക് ഒരു ചാൻസ് കൂടി തരാമോ? One, 2, 3. 6 കാർഡ്സിൽ നിന്നും വിഷ്ണു പിന്നെയും 3 കാർഡ്സ് മാറ്റിയിട്ടുണ്ട്. ഹൗ മെനി കാർഡ്സ് റിമൈൻ? പറയൂ. 3. നമുക്ക് നോക്കാം. വിഷ്ണു 1, 2, 3, 4, 5, 6. Again, there are 6 cards. Give them a big round of applause, please. സെറിബ്രൽ പാൾസിയുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ആയ പല കാര്യങ്ങളെയും പോസിബിൾ ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദി കൂടിയിട്ടാണ് ഈ ഒരു എംപവർ എന്നുള്ളത്. കാരണം സ്റ്റാർട്ടിംഗ് ടൈമിൽ വിഷ്ണു മാജിക് പ്ലാനറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊന്നും ആടുന്നില്ല, ആരോടും സംസാരിക്കില്ല, ഇരുട്ടാണ് ഇഷ്ടം. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും. അതിൽ നിന്നെല്ലാം മാറി ഇന്ന് വിഷ്ണുവിന് വന്നിരിക്കുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ്. നമുക്ക് അടുത്ത മാജിക്കിലേക്ക് കിടക്കാം. വേദിയിലേക്ക് വരുന്നത് 2 മിടുക്കി കുട്ടികളാണ്. നല്ല കൈയടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. പാർവതി ആൻഡ് ശ്രീലക്ഷ്മി.
നമ്മൾ പൊതുവെ മാറ്റി നിർത്തുന്നവരാണ് ഭിന്നശേഷിക്കാർ. സത്യം പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിയാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് വളരെ അഭിമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിച്ചത് കൊണ്ട് ഇന്ന് ഇവർ എത്തി നിൽക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ്. ഇന്ത്യ അറിയുന്ന കലാകാരന്മാരാണ് നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളെല്ലാവരും. അടുത്ത മാജിക് വളരെ സ്പെഷ്യലാണ്. നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു മാജിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. Put your hands together to welcome Vishnu and Sharanya on stage. Magic is a beautiful art which is done in a beautiful way. നെക്സ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഇല്യൂഷൻ പെർഫോമൻസ് ആണ്. ആ ഒരു പെർഫോമൻസിനായി നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് വെൽക്കം ചെയ്യാം വിഷ്ണു. ഒറ്റപ്പെടുത്തുന്ന നേരത്തോ മാറ്റി നിർത്തുന്ന സമയത്തോ നമ്മുടെ ഒരു കുഞ്ഞു മകനായോ ഒരു മകളായോ ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. ഞാൻ ഈ പറയുന്നത് സ്നേഹമോ പരിഗണനയോ മറിച്ചൊന്നും ആവശ്യപ്പെടാനില്ലാത്ത ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊരു വേദിയിൽ നിന്നും വിടവാങ്ങാനുള്ള സമയമായി. പോകുന്നതിന് മുന്നേ നിങ്ങളോട് എന്തോ ഒരു കാര്യം നമ്മുടെ ശ്രീലക്ഷ്മി മോൾക്ക് ചോദിക്കാനുണ്ട് കേട്ടോ. ലാസ്റ്റ് മൈക്ക് തരണേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും കൊടുക്കുകയാണ്. എന്താ അവരോട് ചോദിക്കാനല്ലേ? ഞങ്ങളുടെ മാജിക് ഞങ്ങളുടെ മാജിക് ഇഷ്ടമായോ? ഇഷ്ടമായി. കുറച്ചാണോ കുറയാണോ? കുറേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് കുറേ ഇഷ്ടപ്പെട്ടു എന്നാ പറയണേ. അപ്പൊ അവരോട് എന്താ പറയാ? ഒരു വലിയ നന്ദി പറയാണ്. ഇത്രയും സമയവും ഈ ഒരു വേദിയിൽ ഇരുന്നതിനും എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇത്രത്തോളം കയ്യടിയൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്തതിനും. ഒരു കാര്യം പറയാനുള്ളത്, കുറവുകൾ കഴിവുകളെ തകർക്കും, എന്നാൽ കഴിവുകൾ കുറവുകളെ നികത്തും എന്ന സത്യം മുൻനിർത്തി തോൽക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ വേർതിരിവില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇറ്റ്സ് അവർ ടീം എംപവർ സന്യം ഷജ്ന. താങ്ക് യു സോ മച്ച്.